നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന ഇയാൾ ജയിൽ മോചിതനാകണമെന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണമെന്നോ ആവശ്യപ്പെട്ട് ജയിൽ അധികൃതരെ സമീപിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന അപേക്ഷയ്ക്കൊപ്പം ഇയാൾ മുന്നോട്ട് വയ്ക്കുന്ന വിചിത്രമായ ആവശ്യങ്ങളും കഴിഞ്ഞ വർഷം നടന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ ചാട്ടത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകളുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു ക്രൂരതയുടെ ബാക്കിപത്രം എന്നോണം ഇപ്പോഴും ജയിലിൽ തുടരുന്ന കുറ്റവാളിയുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിന്റെ തടവറയിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഗോവിന്ദച്ചാമി നിരന്തരം ഉയർത്തുന്ന ആവശ്യം താൻ ജയിൽ മോചിതനാകണം എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ സ്വന്തം നാടായ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നാണ് ഇയാളുടെ പുതിയ അപേക്ഷ. എങ്ക ഊരിലെ ജയിൽ വേണമെന്നുള്ള ഈ നിരന്തര ആവശ്യം ജയിൽ അധികൃതരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ കർശനമായ സുരക്ഷാ വ്യവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാനും തമിഴ്നാട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് മാറാനുമുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൊടും കുറ്റവാളിയായ ഒരാൾ ജയിൽ മാറ്റത്തിനായി നടത്തുന്ന ഇത്തരം വാശികൾ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി കഴിഞ്ഞ വർഷം നടത്തിയ ചാട്ടം കേരള പോലീസിനും ജയിൽ വകുപ്പിനും വളരെയധികം കളങ്കമായിരുന്നു. ജയിൽ ചാടുന്നതിനായി മാത്രം ഇയാൾ കഠിനമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരുന്നത്. സെല്ലിന്റെ അഴികൾക്കിടയിലൂടെ എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതിനായി 74 കിലോ ഉണ്ടായിരുന്ന തന്റെ ശരീരഭാരം ഇയാൾ 19 കിലോ കുറച്ച് 55 കിലോയിലെത്തിച്ചിരുന്നു. 3 വർഷത്തെ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് 2025 ജൂലൈ 25 പുലർച്ചെ ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്ന് പുറത്തു കടന്നത്. ജയിൽ ചാട്ടത്തിന് ശേഷം നടത്തിയ തിരച്ചിലിൽ 4 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ജയിൽ ചാട്ടത്തിനായി 55 കിലോ ആയി കുറച്ച ശരീരഭാരം ഇപ്പോൾ വീണ്ടും വർദ്ധിച്ച് 75 കിലോയിലെത്തിയിരിക്കുകയാണ്. ജയിൽ ചാട്ടത്തിന് ശേഷം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതോടെ ഇയാൾക്ക് പഴയതുപോലെ കടുത്ത ശാരീരിക തയ്യാറെടുപ്പുകൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. എങ്കിലും ശരീരഭാരം വീണ്ടും കൂട്ടിയത് ഇയാളുടെ പുതിയ തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്ന സംശയവും ജയിൽ അധികൃതർക്കിടയിലുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും രക്ഷപ്പെടാനും പ്രത്യേക മാനസികാവസ്ഥയും ശാരീരിക ക്ഷമതയും നിലനിർത്താൻ ശ്രമിക്കുന്ന ഇത്തരം കൊടും കുറ്റവാളികൾ സമൂഹത്തിന് എക്കാലത്തും വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് മലയാളി യുവതിയായ സൗമ്യ ആക്രമിക്കപ്പെടുന്നത്. ഫെബ്രുവരി 2 തന്നെ പ്രതി ഗോവിന്ദച്ചാമി പിടിയിലാവുകയും ചെയ്തിരുന്നു. എങ്കിലും ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആ യുവതി മരണത്തിന് കീഴടങ്ങി. തുടർന്ന് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ രംഗത്തിറങ്ങി. 2011 നവംബർ 11 തൃശൂർ 1ാം നമ്പർ അതിവേഗ കോടതി ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിക്കുകയും ജീവപര്യന്തം കഠിനതടവും 7 വർഷവും 3 മാസവും കഠിനതടവും വിധിക്കുകയും ചെയ്തു. എങ്കിലും നിയമപരമായ നൂലാമാലകളും അപ്പീലുകളും കാരണം ശിക്ഷ നടപ്പാക്കുന്നത് നീണ്ടുപോയി. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ 2013 ഡിസംബർ 17 കേരള ഹൈക്കോടതി ശരിവെച്ചിരുന്നു. എങ്കിലും പിന്നീട് കേസിൽ വലിയ വഴിത്തിരിവുണ്ടായി. 2014 ജൂലൈ 29 സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്യുകയും ഒടുവിൽ 2016 സെപ്റ്റംബർ 15 വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തം കഠിനതടവാക്കി ചുരുക്കുകയുമാണ് ചെയ്തത്. യുവതിയെ ഗുരുതരമായി മുറിവേൽപ്പിച്ചതിന് 7 വർഷം കഠിനതടവും ഒപ്പം അനുഭവിക്കണമെന്നായിരുന്നു വിധി. വധശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റവാളിക്ക് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ജീവപര്യന്തം മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ തോതിലുള്ള അമർഷത്തിനും നീതി തേടിയുള്ള മുറവിളകൾക്കും കാരണമായിരുന്നു. ജയിൽവാസ കാലയളവിൽ ഉടനീളം ഗോവിന്ദച്ചാമി കടുത്ത അച്ചടക്കമില്ലായ്മയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. 2012 മാർച്ച് 9 കണ്ണൂർ ജയിലിൽ ഇയാൾ നടത്തിയ ആത്മഹത്യാ നാടകം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് മാർച്ച് 15 ജയിലിലെ CCTV ക്യാമറ തകരാറിലാവുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിൽ ജീവനക്കാർക്ക് നേരെ വിസർജ്യമെറിയുകയും ചെയ്ത സംഭവങ്ങൾ ഏറെ വിവാദമായിരുന്നു. ഒരു പശ്ചാത്താപവുമില്ലാത്ത രീതിയിലുള്ള ഇയാളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം പ്രതിസന്ധിയിലാക്കാറുണ്ട്. അതീവ സുരക്ഷാ ജയിലുകളിൽ കഴിയുമ്പോൾ പോലും ഇത്തരം കുറ്റവാളികൾ ഉദ്യോഗസ്ഥർക്ക് ഭീഷണിയായി മാറുന്നത് ജയിൽ സംവിധാനങ്ങളുടെ പോരായ്മയാണ് വ്യക്തമാക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഒരു പ്രധാന തടവറയിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിക്ക് പുറത്തു കടക്കാൻ സാധിച്ചത് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വൻ സുരക്ഷാ വീഴ്ചയായിരുന്നു.
3 വർഷത്തെ സൂക്ഷ്മമായ ആസൂത്രണമാണ് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ടായിരുന്നതെന്ന് ഉത്തരമേഖല ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയുണ്ടായി. ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും CCTV നിരീക്ഷണത്തിലെ പാളിച്ചകളും ഇത്തരം കുറ്റവാളികൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഗോവിന്ദച്ചാമിയെ പോലുള്ള അപകടകാരിയായ തടവുകാരനെ സൂക്ഷിക്കുന്നതിൽ ജയിൽ അധികൃതർ ഇനിയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണമെന്ന ഗോവിന്ദച്ചാമിയുടെ ആവശ്യം കേവലം നാട്ടിലെത്താനുള്ള ആഗ്രഹം മാത്രമല്ല, മറിച്ച് കേരളത്തിലെ കനത്ത സുരക്ഷയിൽ നിന്നും കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനുള്ള പുതിയൊരു തന്ത്രം കൂടിയാണ്. കേരളത്തിൽ തനിക്കെതിരെയുള്ള പൊതുവികാരവും കനത്ത സുരക്ഷയും ഇയാൾക്ക് ജയിലിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെത്തുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് ഇയാൾ കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇത്തരം ആവശ്യങ്ങളെ ഒരു കാരണവശാലും ജയിൽ വകുപ്പ് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതിശക്തമായ നിരീക്ഷണത്തിൽ വിയ്യൂർ ജയിലിൽ തന്നെ ഇയാളെ തുടർന്നും പാർപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കേരളീയ മനസാക്ഷിയെ ഇന്നും ഒരുപോലെ പിടിച്ചു നിർത്തുന്ന സൗമ്യ വധക്കേസിലെ മുഖ്യപ്രതി ഗോവിന്ദച്ചാമി വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് പുതിയ നാടകങ്ങൾ അരങ്ങേറുന്നത് അത്യന്തം ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. നിയമവ്യവസ്ഥയുടെ പഴുതുകൾ പരമാവധി ചൂഷണം ചെയ്ത് വധശിക്ഷയിൽ നിന്ന് തലയൂരിയ ഈ കൊടുംകുറ്റവാളി തനിക്ക് ലഭിക്കേണ്ട ശിക്ഷാ കാലയളവ് പൂർത്തിയാകുന്നതിന് പകരം ജയിൽ മോചനത്തിനായി മുറവിളി കൂട്ടുന്നതും തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതും എന്തോ അടുത്ത ഗൂഢാലോചനയുടെ ഭാഗമാണ്. ട്രെയിൻ യാത്രാവേളയിൽ പാവപ്പെട്ട ഒരു യുവതിയുടെ ജീവൻ അപഹരിച്ച ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇന്നും ഇയാളിൽ തുടരുന്നത് എന്നതിന്റെ തെളിവാണ് ജയിലിലെ ഓരോ അച്ചടക്കമില്ലായ്മയും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുൻപ് ഇയാൾ നടത്തിയ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മേൽ കനത്ത ചോദ്യചിഹ്നമാണ് ഉയർത്തിയിരുന്നത്. സെല്ലിന്റെ അഴികൾക്കിടയിലൂടെ എളുപ്പത്തിൽ പുറത്തു കിടക്കുന്നതിനായി മാസങ്ങളോളം ആഹാരം വെട്ടിക്കുറച്ച് തന്റെ ശരീരഭാരം 74 കിലോയിൽ നിന്ന് 55 കിലോയായി കുറച്ച ആസൂത്രണ പാടവം എത്രമാത്രം അപകടകാരിയാണ് ഈ മനുഷ്യനെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 3 വർഷത്തെ സൂക്ഷ്മമായ കണക്കുകൂട്ടലുകൾക്ക് ഒടുവിലാണ് ഇയാൾ ജയിലിന്റെ 10ാം ബ്ലോക്കിൽ നിന്നും ചാടിപ്പോയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. എന്നാൽ അത്തരം ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടും ജയിൽ വകുപ്പിൽ നിന്ന് വേണ്ടത്ര കർശനമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നത് സംശയകരമാണ്. ഇപ്പോൾ വീണ്ടും ശരീരഭാരം 75 കിലോ ആയി വർദ്ധിപ്പിച്ച ഇയാൾ വിയ്യൂരിലും പുതിയ എന്തെങ്കിലും രക്ഷപ്പെടൽ പദ്ധതികൾ മെനയുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദച്ചാമിയെ പോലുള്ള കുറ്റവാളികൾക്ക് ജയിലിൽ നൽകുന്ന ആനുകൂല്യങ്ങളോ പ്രത്യേക പരിഗണനയോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എങ്കഊരിലെ ജയിൽ വേണമെന്ന ഇയാളുടെ നിരന്തരമായ ആവശ്യത്തിന് വഴങ്ങി തമിഴ്നാട്ടിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മോചിപ്പിക്കുകയോ ചെയ്താൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയായി മാറും. ജയിലിൽ കഴിയുമ്പോൾ പോലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് നേരെ വിസർജ്യമെറിയുകയും CCTV ക്യാമറകൾ തകരാറിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് യാതൊരുവിധ ദയയും അർഹതപ്പെട്ടതല്ല. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇത്തരം കുറ്റവാളികളെ എക്കാലത്തും അതിശക്തമായ നിരീക്ഷണ വലയത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സുരക്ഷ മുൻനിർത്തി ജയിൽ അധികാരികളും സർക്കാരും അതീവ ജാഗ്രത പുലർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം കൂടിയാണിത്. ഏതെങ്കിലും ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥയ്ക്കോ അവരുടെ യഥാർത്ഥ താല്പര്യങ്ങൾക്കോ മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരം വാർത്തകൾ ലഘൂകരിക്കാൻ പാടില്ല. ഇരയായ സൗമ്യ എന്ന പെൺകുട്ടി അനുഭവിച്ച യാതനകളും ഇന്ന് നീതിക്കായി കണ്ണീർ പൊഴിക്കുന്ന ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥകളും നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ജയിലുകളിൽ സുരക്ഷിതമായ തിരുത്തൽ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ സമഗ്രമായ പൊളിച്ചെഴുത്തലുകൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു അശ്രദ്ധ പോലും സമൂഹത്തിന് എത്രമാത്രം വലിയ ദുരന്തമാകും സമ്മാനിക്കുക എന്നതിന്റെ ജീവനുള്ള ഉദാഹരണമാണ് ഗോവിന്ദച്ചാമിയുടെ ഇതുവരെയുള്ള ചരിത്രം. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഓരോ പുതിയ ആവശ്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ ജയിൽ വകുപ്പ് തയ്യാറാകരുത്. ഇയാളുടെ ഓരോ നീക്കവും അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കാനും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഏത് സുരക്ഷാ വീഴ്ചകളും പൂർണ്ണമായി ഒഴിവാക്കാനും ശക്തമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സമാധാനവും ക്രമസമാധാന നിലയും ഉറപ്പുവരുത്തുന്നതിൽ ഭരണകൂടം കാണിക്കുന്ന അലംഭാവം ഒരിക്കലും പൊറുക്കാനാവില്ല. കുറ്റവാളികൾ നിയമത്തിന് അതീതരല്ലെന്നും എത്ര വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും അർഹമായ ശിക്ഷയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്നുമുള്ള ശക്തമായ സന്ദേശം നൽകാൻ കേരളത്തിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ ഇതുപോലെയുള്ള ക്രൂരതകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. ഒരു കാലത്ത് കേരളത്തെ നടുക്കിയ ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ മുഖമായ ഗോവിന്ദച്ചാമി ഇന്നും ജയിലിനുള്ളിലിരുന്ന് പുതിയ ഗൂഢാലോചനകൾ മെനയുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയം കൂടിയാണ്. ജയിൽ മോചനത്തിനായി വാശി പിടിക്കുന്നതും ശരീരഭാരം
കൂട്ടിയും കുറയ്ക്കുന്നതുമെല്ലാം ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയുടെ തെളിവുകളാണ്. നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസിന്റെയും അടിയന്തര ഇടപെടലിലൂടെ ഇത്തരം കുറ്റവാളികൾ സമൂഹത്തിന് വീണ്ടും ഭീഷണിയാകാത്ത വിധം സുരക്ഷിതമായി തടവിലിടേണ്ടതുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ജയിൽ വകുപ്പും സർക്കാരും കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുറ്റവാളികളുടെ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും സമൂഹം പ്രതീക്ഷിക്കുന്നു. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.